ഫ്രണ്ട്സ്, ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ IT കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. വിവിധ ട്രേഡിലായിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് യാതൊരുവിധ എക്സ്പീരിയൻസോ മറ്റ് കാര്യങ്ങളോ ഒന്നും വേണ്ട. അതോടൊപ്പം തന്നെ ഇതിലേക്ക് അപേക്ഷാ ഫീസ് വേണ്ട, എക്സാം ഇല്ല, ഡയറക്റ്റ് സെലക്ഷൻ ആണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് സെലക്ഷൻ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കാം. അപ്പോൾ ഇത്തരം ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് എന്നൊക്കെ പറയുന്നത് വലിയൊരു സെക്ടറാണ്, വലിയൊരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഒരു എൻട്രി ലഭിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം മുതലെടുക്കാൻ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന വാക്കൻസിയും മറ്റു ഡീറ്റെയിൽ ആയ കാര്യങ്ങളിലേക്ക് വരാം. അതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൊക്കെ എനേബിൾ ചെയ്യുക. പിന്നെ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, GOC ലെജിലാൻഡ് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ഇതിൽ വരും. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ്, വാട്സപ്പ് ചാനലൊക്കെ ഉണ്ട്, എല്ലാത്തിലും ജോയിൻ ചെയ്തിടുക. അതോടൊപ്പം തന്നെ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി ഉണ്ട്. നിങ്ങൾക്ക് പ്രൈവറ്റ് ജോബ്സ്, എയർപോർട്ട് ജോബ്സ്, അതുപോലെ എയർപോർട്ട് ജോബ്സ് ഒക്കെ ഇപ്പം നിങ്ങൾക്ക് കറണ്ട് വാക്കൻസികളൊക്കെ അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആമസോൺ വർക്ക് ഫ്രം ഹോം കാര്യങ്ങളുണ്ട്. അപ്പോൾ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 6/5/2025 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ട്രേഡ് അപ്രന്റീസ്ഷിപ്പിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അത് ഒരിക്കലും ജോലിയല്ല. അപ്പോൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ 3 വർഷക്കാണ് ഇതിൻ്റെ ട്രെയിനിങ് ഡ്യൂറേഷൻ ഉണ്ടോ. അപ്പോൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് ലഭിക്കുക. അപ്പോൾ ഈ പറയുന്ന ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിൻ്റെ K3 കോംപ്ലക്സിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് പെർമനൻറ്റ് വാക്കൻസിയും കാര്യങ്ങളൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അതിലൊക്കെ എക്സ്പീരിയൻസ് ചോദിക്കുന്ന സമയത്ത് ഇതൊക്കെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അതല്ല വേറെ ഏതെങ്കിലും സെക്ടറിൽ വിളിച്ചാലും അത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റും, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ സ്കില്ല് നിങ്ങൾക്ക് എൻഹാൻസ് ചെയ്യുക. അതായത് നിങ്ങളുടെ സ്കില്ല് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതുകൊണ്ട് അപ്രന്റീസ്ഷിപ്പ് കൊണ്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഹ്യൂമൻ റിസോഴ്സ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്കീമാണ് ശരിക്കും അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. മാക്സിമം നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്യുക. പിന്നെ അപ്രന്റീസ്ഷിപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾ എപ്പോഴും ചെയ്യണം വിചാരിച്ചാൽ ചെയ്യാൻ പറ്റില്ല. അതിൻ്റേതായ കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്. ആ സമയത്ത് മാത്രമേ നമുക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് ഏതൊക്കെ ട്രേഡുകളാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കാണാം സീരിയൽ നമ്പർ, ട്രേഡ്, ട്രെയിനിങ് ഡ്യൂറേഷൻ, നമ്പർ ഓഫ് സീറ്റ്, അക്കാദമിക് ക്വാളിഫിക്കേഷൻ, ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ, ഇങ്ങനെ ഓരോ കോളം വൈസ് ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ ഒന്നാമത്തെ സീരിയൽ നമ്പർ 1 നിങ്ങൾക്ക് മേറ്റ് മൈൻസ് ആണ്. ഇതിൽ 3 വർഷമാണ് ഇതിൻ്റെ ട്രെയിനിങ് ഡ്യൂറേഷൻ. 37 വാക്കൻസി ടോട്ടൽ ഉണ്ട്. റിസർവ് വാക്കൻസി കാര്യങ്ങളൊക്കെ കൂടെ ലിസ്റ്റ് ചെയ്ത് കൂടെ കാണാം. 2 ബ്ലാസ്റ്റർ ആണ്, മൈൻസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് 2 വർഷമാണ് ട്രെയിനിങ് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കാം. 36 ഇതിൻ്റെ ടോട്ടൽ വാക്കൻസി. പിന്നെ മൂന്നാമത്തെ നിങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻ്റ് ആണ്. 20 വാക്കൻസിയാണ് ടോട്ടൽ. അപ്പോൾ ഇത് ആദ്യത്തെ 3 ഒരു ഗ്രൂപ്പാണ് കേട്ടോ. ഓക്കെ, സീരിയൽ നമ്പർ 1 to 3 നിങ്ങൾ ഒരു ഗ്രൂപ്പാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ജസ്റ്റ് 10ാം ക്ലാസ് കഴിഞ്ഞാൽ മതി. SSLC പാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും, 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് അങ്ങനെയുള്ളവർക്ക് പറ്റുമെന്ന്. ഡിഗ്രി കഴിഞ്ഞവർക്ക് പറ്റുമെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ, വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അടുത്ത സീരിയൽ നമ്പർ 4 മുതൽ കൂടെ കാണാം. ഡീസൽ മെക്കാനിക്ക് 4 വേക്കൻസി, ഫിറ്റർ 10 വേക്കൻസി. അപ്പോൾ ചില വേക്കൻസിയിൽ റിസർവ് വേക്കൻസി ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ജനറൽ വേക്കൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ ടേണർ 7 വേക്കൻസി, വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് 10 വേക്കൻസി, ഇലക്ട്രീഷ്യൻ 30 വേക്കൻസി, ഇലക്ട്രോണിക് മെക്കാനിക്ക് 4 വേക്കൻസി, ഡ്രാഫ്റ്റ്മാൻ സിവിൽ 4 വേക്കൻസി, ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ 5 വേക്കൻസി, കോപ്പ നിങ്ങൾക്ക് 3 വേക്കൻസി, സർവേയർ നിങ്ങൾക്ക് 4 വേക്കൻസി, പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്ക് 4 വേക്കൻസി, R&AC നിങ്ങൾക്ക് 1 വേക്കൻസി. അത് OBC കാൻഡിഡേറ്റ്സിന് റിസൾട്ട് ആണ്. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനാകെ മൊത്തം 250 വേക്കൻസിയാണ്. ഈ പറയുന്ന സീരിയൽ നമ്പർ 4 മുതൽ 15 വരെ എന്നുള്ള ഇതൊരു ഗ്രൂപ്പാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് SSLC വേണം, 1 SSLC വേണം, പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ITA വേണം. ഈ പറഞ്ഞിരിക്കുന്ന അതത് ട്രേഡുകളിൽ നിങ്ങൾ ITA, അത് NCVT ആണെങ്കിലും പറ്റും, SCVT സ്റ്റേറ്റ് ആണെങ്കിലും നാഷണൽ ആണെങ്കിലും ഏത് കൗൺസിലാണെങ്കിലും പറ്റും. ഓക്കെ, അപ്പോൾ അതത് ട്രേഡിൽ ITയും കഴിഞ്ഞിരിക്കണം, 10ാം ക്ലാസ്സും പാസ്സായിരിക്കണം. അതാണ് അതിൻ്റെ യോഗ്യത. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു കാര്യമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു നേരത്തെ, നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വലിയ പ്രശ്നമില്ല എങ്കിലും നമ്മളൊരു അഫിഡവിറ്റ് കൊടുക്കണം. അതായത് 2023 പറയുന്ന ഇയറിലോ 2023 മുൻപോ നിങ്ങൾ ITA കഴിഞ്ഞവരാണെങ്കിൽ, ഇത് 10ാം ക്ലാസ് കഴിഞ്ഞ് അതായത് സീരിയൽ നമ്പർ 1 to 3 അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ബാധകമല്ല. ഞാൻ ഈ പറയുന്ന റൂള് ബാധകമല്ല. ഓക്കെ, ഈ ഒരു ക്രൈറ്റീരിയ ബാധകമല്ല. സീരിയൽ നമ്പർ 1 to 3 അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ. ഇനി സീരിയൽ നമ്പർ 4 to നമ്മൾ പറഞ്ഞ സീരിയൽ നമ്പർ 15 വരെ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ, അതായത് IT യോഗ്യത വെച്ച് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഈ പറയുന്ന നിങ്ങൾക്കിവിടെ കാണാം, ഈ 0.3 നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
അത് നിങ്ങളുടെ IT നിങ്ങൾ 2023 എന്ന് പറയുന്ന ഇയറിലോ അതിന് മുൻപോ നിങ്ങൾ കഴിഞ്ഞവരാണെങ്കിൽ നമ്മളൊരു അഫിഡവിറ്റ് നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പറിൽ തയ്യാറാക്കി നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതിൽ നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്രൻറ്റിഷിപ്പ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല, അതുപോലെ നമുക്ക് മുൻപ് ഈ പറയുന്ന എക്സ്പീരിയൻസ് നമ്മൾ എവിടെയും വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ള ആ ഒരു സത്യവാങ്മൂലം അല്ലെങ്കിൽ ഒരു അഫിഡവിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പർ നമ്മൾ തയ്യാറാക്കണം. അത് 2023 കഴിഞ്ഞവരാണെങ്കിലും ഇനി 2022 കഴിഞ്ഞവരാണെങ്കിലും ഇനി 2021, 20, 19 അങ്ങനെ അങ്ങോട്ട് പോയി ഇതിലേത് ഇയറിൽ കഴിഞ്ഞവരാണെങ്കിലും നമ്മൾ തയ്യാറാക്കണം. ഇനി നിങ്ങൾ IT 2024 2025 IT കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അഫിഡവിറ്റിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തൊക്കെ നമ്മൾ അഫിഡവിറ്റ് നമ്മളെ കയ്യിൽ വേണ്ടി വരും. ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. ഓക്കെ, അതോടൊപ്പം തന്നെ ഇനി വേറെ 4ാമത്തെ പോയിന്റ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഉയർന്ന പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, അതായത് ഡിപ്ലോമ, എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഒക്കെയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളെ ഇതിലേക്ക് പരിഗണിക്കില്ല. ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികളെ ഇതിലേക്ക് പരിഗണിക്കില്ല. അങ്ങനെയാണെങ്കിലും ഇവിടെ ഇപ്പോൾ മറ്റു ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ, BA, BSc, BCom അക്കാദമിക് ക്വാളിഫിക്കേഷനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡീഷണൽ വെയിറ്റേജ് ഒന്നും ലഭിക്കില്ല. ഓക്കെ, അപ്പോൾ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ അങ്ങനെയുള്ള അഡീഷണൽ ആയിട്ടുള്ള ഇത്തരം ഹയർ അക്കാദമിക് ക്വാളിഫിക്കേഷൻ BA, BSc, BCom ഒക്കെ വിചാരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വെയിറ്റേജ് ഒന്നും ലഭിക്കില്ല. പക്ഷേ ഇവിടെ ഹയർ ആയിട്ടുള്ള ഈ പറഞ്ഞിരിക്കുന്ന ഡിപ്ലോമ അതുപോലെ BA അല്ലെങ്കിൽ BTech പോലെയുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉള്ളവരൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല, അവർ എലിജിബിൾ അല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റാണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 30 ഇതിലേക്ക് ഏജ് ലിമിറ്റ് വരുന്നത്. അതോടൊപ്പം തന്നെ ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് 1/5/2025 കണക്കാക്കിയാണ്. അപ്പോൾ 1/5/2025 മിനിമം 18 മാക്സിമം 30 വയസ്സ് കഴിയാൻ പാടില്ല. അപ്പോൾ ഏജ് ലിമിറ്റൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഈസി ടൂൾ ഉണ്ട്. ഈസി ടൂൾ ക്ലിക്ക് ചെയ്താൽ ഏജ് കാൽക്കുലേറ്റർ ഉണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 33 വയസ്സ് വരെയും SC/ST ആണെങ്കിൽ 35 വയസ്സ് വരെയും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. സ്റ്റൈപ്പൻ്റൊക്കെ നിങ്ങൾക്ക് ഒരു ആവറേജ് ആയിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു 7,000 to 10,000 ഇടയിലായിരിക്കും. മേ ബി അത് വാരി ചെയ്യാട്ടോ ഇൻഡസ്ട്രിക്ക് മാറുമ്പോൾ. ഇനി ഇത് സെലക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതിലേക്ക് എക്സാമോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് സീരിയൽ നമ്പർ 1 to 3 അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ 10ാം ക്ലാസ് ആണല്ലോ യോഗ്യത. അപ്പോൾ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയവരെന്ത് ചെയ്യും, വെച്ചൊരു ലിസ്റ്റ് തയ്യാറാക്കും. അത് തന്നെയാണ് മെറിറ്റ് ലിസ്റ്റ്. പിന്നെ ഡയറക്റ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, പിന്നെ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ലഭിക്കും. ഓക്കെ, ഇനി IT യോഗ്യത വെച്ച് സീരിയൽ നമ്പർ 4 മുതൽ 15 വരെ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ ഒരു 70% വെയിറ്റേജ് കൊടുക്കും, പ്ലസ് ITക്ക് ഒരു 30% വെയിറ്റേജും കൊടുക്കും. അങ്ങനെ അത് വെച്ചിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ മാർക്ക് ടോട്ടൽ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവരൊരു മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കും. ആ മെറിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ എന്ത് ചെയ്യും, അവർ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് വിളിക്കും. അങ്ങനെയാണ് അതിലേക്ക് സെലക്ഷൻ. അതല്ലാതെ ഇൻ്റർവ്യൂയോ മറ്റു എക്സാമോ ഒന്നും തന്നെ ഇല്ല. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഘട്ടമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ 2 സ്റ്റെപ്പാണ് യൂസ് ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2 ഉണ്ട്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമ്മൾ അപ്രൻറ്റിഷിപ്പ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കമ്പൾസറി ആണ്. ഈ അപ്രൻറ്റിഷിപ്പ് പോർട്ടൽ എന്ന് പറയുന്നത് NAPS ആണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് തരും. അതെങ്ങനെയാണ് ലിങ്കൊക്കെ ഞാൻ എവിടുന്ന് എടുക്കുന്നുള്ള കാര്യങ്ങളൊക്കെ തരാം കേട്ടോ. അപ്പോൾ ഇതിൽ ലിങ്കിൽ തന്നാൽ NAPSൽ നിങ്ങൾ ഈ ഒരു പോർട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ലോഗിൻ ഒരു രജിസ്റ്റർ റൈറ്റ് കോർണറിലുണ്ട്. അവിടെ കാൻഡിഡേറ്റ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ രജിസ്റ്റർ എന്നുള്ളതിലേക്ക് അത് എനേബിൾ ആക്കി വെക്കാം. എന്നിട്ട് IT സ്റ്റുഡൻ്റ് ആണെങ്കിൽ IT എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ IT റോൾ നമ്പർ കൊടുത്താൽ മതി. ഇനി അതല്ല ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതല്ലാത്ത 10ാം ക്ലാസ് കഴിഞ്ഞാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും മെയിൽ ID ഒക്കെ കൊടുത്ത് ക്യാപ്ച കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടും, യൂണീക്ക് നമ്പർ കിട്ടും. അത് ആവശ്യമാണ്. ആ നമ്പർ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ സ്റ്റെപ്പ് 2 നമ്മൾ ഈ പറയുന്ന ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിൻ്റെ വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യുമ്പം ആ രജിസ്റ്റർ നമ്പർ നമ്മൾ എന്ത് ചെയ്യണം, NAPSൽ നിന്ന് കിട്ടുന്ന രജിസ്റ്റർ നമ്പർ നമ്മൾ ഓൺലൈൻ ഫോമിൽ ഫില്ല് ചെയ്യണം. ഓക്കെ, അങ്ങനെ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ അപേക്ഷ റിജക്റ്റ് ആയി പോകും. ഓക്കെ, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ IT കഴിഞ്ഞവരാണെങ്കിലും 10ാം ക്ലാസ് കഴിഞ്ഞവരാണെങ്കിലും ഏത് യോഗ്യത വെച്ച് അപ്ലൈ ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്രൻറ്റിഷിപ്പ് രജിസ്ട്രേഷൻ ആണ്. അപ്രൻറ്റിഷിപ്പ് പോർട്ടലാണിത്. ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇനി 2ാമത്തെ സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യണം. ഓക്കെ, അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. അതിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് 50 KB സൈസ് കൂടാൻ പാടില്ല. സിഗ്നേച്ചർ
സിഗ്നേച്ചർ ബ്ലാക്ക് ഇങ്ക് പേന കൊണ്ട് വൈറ്റ് പേപ്പറിൽ നമ്മൾ 50 KB കൂടാൻ പാടില്ല ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഈ പറയുന്ന ഫോട്ടോഗ്രാഫും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത് പ്രിൻ്റ് എടുത്ത് അതിൻ്റെ അക്നോളജ്മെൻറ്റ് സ്ലിപ്പൊക്കെ നിങ്ങൾ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 19/5 മുതലാണ്. നമ്മൾ വീഡിയോ ചെയ്യുന്നത് 14/5 ആണ്. ഓക്കെ, ഇനിയും ദിവസങ്ങളുണ്ട്, അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. അതുപോലെ ഇതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് ഏജ് ആണെങ്കിലും ക്വാളിഫിക്കേഷനൊക്കെ കണക്കാക്കുന്നത് 1/5/2025 ഇനി ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് നിങ്ങൾക്ക് ജൂൺ 2 വരെ ഇതിലേക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ലിങ്ക് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ജസ്റ്റ് ഗൂഗിളിൽ GeoCL എജുലാൻഡ് സെർച്ച് ചെയ്യുകയോ ചെയ്താൽ മതി. സെർച്ച് ചെയ്ത പേജിലേക്ക് വരും. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലേറ്റസ്റ്റ് ജോബ്സിൽ ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് എന്ന് കാണാം. ഇപ്പോൾ ഇൻ കേസ് ഇവിടെ കണ്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ താഴെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, ഇല്ലെങ്കിൽ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. വേറെ പോസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ താഴോട്ട് വന്നിട്ട് 5 ഇതിൽ ലിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ റീഡ് മോറിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഹിന്ദുസ്ഥാൻ കോപ്പർ റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പോസ്റ്റ് ഓപ്പൺ ആയി വരും. ഇവിടെ നമ്മുടെ ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് ചാനൽ, ടെലഗ്രാം ചാനൽ എല്ലാത്തിലും നിങ്ങൾ ജോയിൻ ചെയ്തിടുക. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാം. ക്ലിക്ക് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ കാണാം. ആപ്ലിക്കേഷൻ ഫോം 19/2/2025 ഓപ്പൺ ആകുക. ആ സമയത്ത് ഞാൻ ആ ലിങ്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യും. ഇനി നാപ്സിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ആദ്യം അതന്നെ ചെയ്ത് വെക്കുക. നിങ്ങൾ നാപ്സിൽ ഫസ്റ്റ് നാപ്സിൻ്റെ നേരെ അവിടെ ലിങ്ക് ഉണ്ട്, ഓപ്പൺ ആക്കാം. നാപ്സ് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ എങ്ങനെയാണ് വരിക, ഇതിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ 10ാം ക്ലാസ് കഴിഞ്ഞവരാണെങ്കിൽ ഇനി IT കഴിഞ്ഞവരാണെങ്കിൽ എന്ത് ചെയ്യണം, ലോഗിൻ രജിസ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. കാൻഡിഡേറ്റ്സ് എന്നുള്ള സെലക്ട് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യാം. നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. അത് പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ ഫോമിൽ ഇവിടെ ലിങ്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ രജിസ്റ്റർ നമ്പർ കയ്യിൽ കൊടുക്കണം. അതിൻ്റെ എവിടെയാണോ അത് ചോദിക്കുന്നത് ചില കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. ഇനി നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുന്നത് കോൺടാക്ട് ചെയ്താൽ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്